IPL പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ മുംബൈ ഇന്ത്യൻസിന് ഇന്ന് ജീവൻ മരണ പോരാട്ടം. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരിക്കും എതിരാളികൾ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശേഷങ്ങൾ, കായിക ലോകത്തെ കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന് ഇന്ന് IPL ജീവൻ മരണ പോരാട്ടമാണ്. 10 മത്സരങ്ങളിൽ 3 മാത്രം ജയിച്ച മുംബൈ വെറും 6 പോയിന്റുമായി 9ാം സ്ഥാനത്താണ്. ശേഷിക്കുന്നത് 4 മത്സരങ്ങളാണ്. ഈ 4 മത്സരങ്ങളിലും ഒരു ഹെൽത്തി റൺ റേറ്റിൽ തന്നെ ജയിച്ചാൽ പോലും അവരുടെ സാധ്യതകൾ ഇപ്പോഴും തുലാസിലാണ്. മികച്ച രീതിയിൽ ഈ 4 മത്സരങ്ങൾ ജയിക്കുന്നതിനൊപ്പം മറ്റു ടീമുകളുടെ ഫലങ്ങളും ഒപ്പം തന്നെ ഈ മുംബൈക്ക് അനുകൂലമാവണം. എതിരാളികൾ ചില്ലറക്കാരല്ല, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. അവർ പോയിന്റ് ടേബിളിന്റെ 2ാം സ്ഥാനത്താണ്. അവർ പ്ലേ ഓഫിനോട് ഒരുപടി അടുക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 12 പോയിന്റുള്ള കൊൽക്കത്തയ്ക്ക് ഇന്ന് ജയിച്ചാൽ പ്ലേ ഓഫിന്റെ ഒരു സെനാരിയോയിൽ ഏറെക്കുറെ ഒപ്പം എത്താം, അല്ലെങ്കിൽ ആ പ്ലേ ഓഫിലേക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു സേഫ് സോണിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നൊരു വാശിയേറിയ പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം എല്ലാം തിരിച്ചടിയാണ്. അവരുടെ ഇത്തവണ ക്യാപ്റ്റനെ മാറ്റിയുള്ള തീരുമാനം വളരെ രീതിയിൽ പാളിപ്പോയി. രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്നതോടുകൂടി ആരാധകരടക്കം പിണങ്ങി. പിന്നീട് ഹാർദിക് പാണ്ഡ്യയുടെ മോശം തീരുമാനങ്ങൾ, അല്ലെങ്കിൽ കളിക്കളത്തിൽ ബൗളർമാരെ ഉപയോഗിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ പോരായ്മകളൊക്കെ തന്നെ മുംബൈയുടെ ഈ തുടർ തോൽവികൾക്ക് കാരണമായെന്നാണ് ആരാധകരും അല്ലെങ്കിൽ വിദഗ്ധരും ഒക്കെ തന്നെ പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതിനൊക്കെ തന്നെ നാണക്കേട് കൂടുതൽ ഉയർത്തിക്കൊണ്ട് ടീമിൽ തമ്മിലടി എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതായത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ സഹതാരമായ തിലക് വർമ്മയെ കുറ്റപ്പെടുത്തുകയുണ്ടായി. അതായത് കഴിഞ്ഞ ഡൽഹിക്കെതിരായ മത്സരത്തിൽ ആ ടീമിനെ ഒറ്റയ്ക്ക് പൊരുതുകയായിരുന്നു തിലക്. എന്നിട്ട് പോലും ആ താരത്തിനെയാണ് ഈ ഹാർദിക് പാണ്ഡ്യ കുറ്റപ്പെടുത്തിയത്. ഇതിൽ തിരിച്ച തിലക് അദ്ദേഹത്തിനോട് ചൂടാവുകയും ടീമിൽ വലിയ രീതിയിൽ ഒരു കയ്യാങ്കളിയോളം എത്തിയ വഴക്കുണ്ടാവുകയാണെങ്കിൽ രോഹിത് ശർമ്മ ഇടപെട്ടാണ് ഈ വിഷയം പരിഹരിച്ചത്. അങ്ങനെ മുംബൈ വലിയ രീതിയിൽ നാണക്കേട് അല്ലെങ്കിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ ദിവസം വരുമ്പോൾ അവർക്കിന്ന് ജയിച്ചേ പറ്റൂ. ഇന്ന് തോറ്റാൽ ഒരുപക്ഷെ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സാങ്കേതികമായി പോലും അവസാനിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും ഒരു വാശിയേറിയ പോരാട്ടം തന്നെ നമുക്കിന്ന് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നേർക്കുനേർ പോരിൽ കൊൽക്കത്തയ്ക്കെതിരെ ഒരു മൃഗീയ ആധിപത്യം ഉണ്ടെന്നുള്ളത് മാത്രമാണ് ഈ മുംബൈക്ക് ഒരു ആശ്വാസ ഘടകം. അതായത് 32 മത്സരങ്ങളിൽ 23 ഇതുവരെ ചരിത്രത്തിൽ ജയിച്ചു എന്നുള്ളത് മാത്രമാണ് മുംബൈക്ക് ഒരു ആശ്വാസമുള്ള കാര്യം. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.